ഡെയിലി ഞാൻ എഴുന്നേൽക്കുന്നു, എന്നും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഒരു പ്രോഗ്രസ്സും ഇല്ല, ഒരു റിസൾട്ടും ഇല്ല, വെറുതെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങളിങ്ങനെയാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നു മുതൽ നമ്മൾ ചേഞ്ച് ആവും, നമ്മൾ ഒരുമിച്ച് ചേഞ്ച് ആവും. ലെറ്റ്സ് മേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം നമുക്ക്. എല്ലാ ദിവസവും രാവിലെ ഒരു വ്യക്തി പുഴയിൽ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. എന്നും ആ വഴി സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തി എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് എന്ന് വെച്ചാൽ, ചൂണ്ടിയിട്ട് കിട്ടുന്നത് വലിയ മീനാണെങ്കിൽ അതിനെ തിരിച്ച് പുഴയിലേക്ക് കളയുന്നു. എന്നാൽ ചൂണ്ടിയിട്ട് കിട്ടുന്നത് ചെറിയ മീനാണെങ്കിൽ അതിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ച ആ കുട്ടി ആ വ്യക്തിയോട് ഒരു ദിവസം ചോദിക്കാനിടയായി, നമ്മൾ വലിയ മീൻ കിട്ടിയാൽ അല്ലേ സന്തോഷിക്കുക, എന്നാൽ താങ്കൾ ചെറിയ മീൻ കിട്ടുമ്പോഴാണ് സന്തോഷിക്കുന്നതും തിരിച്ചതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും, അതെന്താ എന്ന്. അപ്പോൾ ആ വ്യക്തി മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വീട്ടിൽ മീൻ പൊരിക്കാൻ ഉപയോഗിക്കുന്ന പാൻ ചെറുതാ, എനിക്ക് ചെറിയ മീൻ കൊണ്ടുപോയാലേ അതിൽ മീൻ പൊരിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയെ തോന്നും, എന്നാൽ ഇതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ കുറവുകൾ അതെല്ലാം നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നെക്കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ, എനിക്ക് ഇത്രയേ അറിയുള്ളൂ, എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ എന്നെല്ലാം. അല്ലാതെ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് പുറത്തു വരാൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല. എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് ഞാനേ ഉള്ളൂ, ഞാൻ ശ്രമിച്ചാലേ എന്നെക്കൊണ്ട് എവിടെയെങ്കിലും എത്താൻ കഴിയുള്ളൂ എന്ന ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതിനായി ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ ചുവട്, ആദ്യത്തെ തുടക്കം അത് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് വയ്ക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നിൽ കാണുന്ന പല ഒബ്സ്റ്റക്കിൾസും നമുക്ക് മറികടക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട് അത് ഇന്ന് തന്നെ ശ്രമിക്കുക. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു പുതിയ സ്കിൽ പഠിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ഏതൊരു തയ്യാറെടുപ്പാണെങ്കിലും അതിനെ ഓവർ തിങ്ക് ചെയ്യാതെ, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ മിക്സ് ചെയ്യാതെ, ഒരുപാട് ആലോചിച്ച് അതിനപ്പുറം കടന്നു പോവാതെ ഇന്ന് തന്നെ അതിനുവേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. നമ്മൾ എല്ലാവരും ഇന്ന് സക്സസ് ആയ വ്യക്തികളാണ്. നമുക്കിന്ന് നടക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഇല്ലെങ്കിൽ ഓടാൻ കഴിയുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആ ചെറിയ പ്രായത്തിൽ വെച്ച ആദ്യത്തെ ചുവട് അത്രയും ധൈര്യത്തോടെയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പുതിയ തുടക്കം ശ്രമിക്കാൻ ഭയപ്പെടുന്നു. നമ്മൾ ആരെ ഭയക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ഭയക്കുന്നത്, അല്ലാതെ ഈ സമൂഹത്തെയല്ല. എന്നെക്കൊണ്ട് പറ്റുമോ എന്ന തോന്നലാണ് നമ്മൾ ഓരോരുത്തരെയും ഭയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം തെറ്റുകൾ ഉണ്ടായിക്കോട്ടെ, പല തോൽവികൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വീണ്ടും തുടങ്ങണം. നമ്മളെ തന്നെ വിധിക്കാതെ, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ പാസ്റ്റ് മാറ്റി നിർത്തണം. നമ്മുടെ പാസ്റ്റിലെ മിസ്റ്റേക്സ് ആൻഡ് ഫെയിലിയേഴ്സ് എല്ലാം നമ്മൾ മാറ്റി നിർത്തണം. ഒരു പുതിയ പുസ്തകമായിട്ട് നമ്മൾ വീണ്ടും തുടങ്ങണം. പാസ്റ്റിലെ ഒരേ ഒരു കാര്യം അത് മാത്രം ഫ്യൂച്ചറിലേക്ക് എടുത്താൽ മതി. ദാറ്റ് ഈസ് അവർ സ്ട്രോങ്ങർ മൈൻഡ്. പാസ്റ്റിൽ നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ആ സ്ട്രോങ്ങർ മൈൻഡ് അത് തന്നെ നമ്മൾ ഇനിയുള്ള ഫ്യൂച്ചറിലോട്ടും കൊണ്ടുപോകുന്നു. സെയിം സ്ട്രോങ്ങർ മൈൻഡ് ആയിരിക്കണം എപ്പോഴും നമുക്ക് വേണ്ടത്. ഏറ്റവും വലിയ തടസ്സം അത് ജോലിയല്ല, അത് ആരംഭിക്കുന്നിടത്തിലാണ്. ഏതൊരു പ്രധാന വലിയ വിജയം ആരംഭിക്കുന്നത് പ്രവർത്തനത്തിലൂടെയാണ്. എന്നിരുന്നാലും അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ 2024 കണക്കനുസരിച്ച് ഏകദേശം 67% ആളുകളും പരാജയം, സ്വയം സംശയം എന്നിവ കാരണം വിജയത്തിനായി ശ്രമിക്കാൻ വൈകിപ്പിക്കുന്നു. നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക, ഉള്ളത് ഉപയോഗിക്കുക, നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റും എന്ന ആത്മവിശ്വാസത്തോടുകൂടി എല്ലാം മുൻപോട്ട് കൊണ്ടുപോവുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയാണ് ഞാനും. എൻ്റെ തുടക്കം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് തുടങ്ങുന്നു. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.